ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഇക്കുറി കോമണർ ഓഡീഷൻ പൂർത്തിയാക്കി വിജയിച്ചു കയറി വന്ന അനീഷ് തറയിൽ എന്ന അനീഷ് ടിയെ. അയാൾ നിസ്സാരക്കാരനല്ല, ആള് പുലിയാണ്. പോരാട്ട വീര്യത്തിന്റെ ഉദാത്ത മാതൃകയാണ് അനീഷ്. ബിഗ് ബോസിലേക്ക് കയറുക എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടുകൂടി പല വഴികൾ മുട്ടി നടന്ന ഒരു ചെറുപ്പക്കാരൻ. പല ആവർത്തി തന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയേറ്റ് ആ പ്രതീക്ഷകളെല്ലാം മങ്ങിപ്പോയി. എങ്കിലും പരാജയം സമ്മതിക്കാതെ 2022 മുതൽ 2025 വരെ താൻ വീണ്ടും പോരാടിക്കൊണ്ടേയിരുന്നു. ആ പോരാട്ടത്തിന്റെ ഒടുവിലാണ് സീസൺ 7ന്റെ വാതിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. ബിഗ് ബോസ് എന്ന ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ ഒരു പങ്കാളിയായി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യമായി അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുന്നത് പണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 4 ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ആയിരുന്ന ശാലിനിയെയാണ്. ശാലിനിയുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ബിഗ് ബോസിലേക്ക് പോകുവാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ട് അദ്ദേഹം മെസ്സേജ് അയക്കുകയും ഒരവസരം കിട്ടിയാൽ അത് തന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്തു. തുടർന്ന് അനീഷിന് വേണ്ടി ശാലിനിയാണ് ഇയാൾ ആരാണെന്ന് പോലും അന്വേഷിക്കാതെ ബിഗ് ബോസിലേക്കുള്ള വാതിൽ തുറക്കപ്പെടേണ്ടതിന് ഏഷ്യാനെറ്റിലേക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നത്. പക്ഷേ ആദ്യ ദിവസം തന്നെ അനീഷിനെ അവർ റിജക്റ്റ് ചെയ്തു. എന്നാൽ തളരാതെ പിൻവാങ്ങാതെ അയാൾ വീണ്ടും പൊരുതിക്കൊണ്ടേയിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ഓഡീഷനുകൾക്ക് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. സൂം ഇന്റർവ്യൂകളിലും താൻ പങ്കെടുത്തു. എന്നിട്ടും തന്റെ പേര് സാധ്യതാ പട്ടികയിൽ എങ്ങും എത്തിയില്ല. പക്ഷേ അനീഷ് തളരാതെ 2022, 2023, 2024 ഈ വർഷങ്ങളിലെല്ലാം തന്റെ പോരാട്ടം തുടർന്നുകൊണ്ടായിരുന്നു. ഒടുവിലിതാ 2025 താൻ നിറം പിടിപ്പിച്ചു വെച്ച സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമായിക്കൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വാതിൽ അനീഷ് തറയിലിന്റെ മുൻപിൽ തുറന്നിരിക്കുന്നു. ഈ വാർത്ത പങ്കുവച്ചത് ശാലിനിയാണ്. തന്റെ തത്സമയം ശാലിനി എന്ന യൂട്യൂബ് ചാനലിൽ കൂടിയാണ് ഈ വിഷയം വളരെ സന്തോഷത്തോടെ ശാലിനി ഇപ്പോൾ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കോമണർ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ. ഏഷ്യാനെറ്റിലും ആദ്യമായിട്ടല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ കോമണറെ നമുക്ക് വിശദമായി പരിചയപ്പെടാം. അനീഷ് തറയിൽ, അനീഷ് ടി എ എന്നാണ് നമ്മുടെ കോമണറുടെ പേര്. ആദ്യമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7ലാണ് ഈ ഫേസ് കാണുന്നതെന്ന് വിചാരിച്ച നമുക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് തന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള സെൽ മീ ദി ആൻസർ എന്ന ഷോയിന്റെ ഒരു പാർട്ട് കൂടിയായിരുന്നു അനീഷ് തറയിൽ. മാത്രമല്ല എനിക്ക് ചെറിയൊരു കോണ്ടാക്ട് അനീഷുമായിട്ടുണ്ടായിരുന്നു. 2022 മുതൽ തന്നെ ബിഗ് ബോസ് മലയാളത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരുന്ന മറ്റു പല മത്സരാർത്ഥികളെയും പോലെ തന്നെയുള്ള ഒരാളായിരുന്നു അനീഷ്. അനീഷ് 2022ലാണ് എനിക്ക് ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കണേ. ഒരുപാട് പേര് ബിഗ് ബോസിലേക്ക് ട്രൈ ചെയ്തിട്ട് മെസ്സേജസും അതുപോലെ തന്നെ നമ്പർ കളക്ട് ചെയ്ത് വാട്സപ്പിലും ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട ഒരാളായിരുന്നു അനീഷ്. അനീഷ് തുടക്കം തൊട്ടേ പറഞ്ഞത് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടണം, ബിഗ് ബോസ് ടീമുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്, പ്രൊഫൈൽ അയച്ചു കൊടുക്കണമെന്നുണ്ട്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഒരൊറ്റ ചാൻസ് എനിക്ക് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും മാഡം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അന്ന് മാഡം എന്നൊക്കെ വിളിച്ചിട്ടാണ്, റെപ്രസെന്റ് ചെയ്തിട്ടാണ് അനീഷ് സംസാരം തന്നെ തുടങ്ങി. ഞാൻ അനീഷിന്റെ ആ ഇൻസ്റ്റഗ്രാമിലെ റിക്വസ്റ്റ് അക്സെപ്റ്റ് പോലും ചെയ്യാതെ, ആ ഒരു വലിയ മെസ്സേജ് ആയിരുന്നു കേട്ടോ, ഇപ്പോഴും ആ മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്, അത് അക്സെപ്റ്റ് പോലും ചെയ്യാതെ നോക്കിയപ്പോൾ പ്രൊഫൈൽ നോക്കിയിട്ട് നേരിട്ട് ഏഷ്യാനെറ്റിലെ ആ പാനലിലേക്ക് അയച്ചു കൊടുത്തു, പ്രൊഫൈൽ അയച്ചു കൊടുത്തു. പക്ഷേ അന്ന് അൺഫോർച്ചുനേറ്റ്ലി സ്പോട്ടിൽ തന്നെ റിജക്ഷൻ ആണ് ഉണ്ടായത്. സെൽ മീ ദി ആൻസറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അനീഷിന്റെ മെസ്സേജ് ഞാൻ നോക്കി, ഇൻസ്റ്റാഗ്രാമിൽ നോക്കി, റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ റെസ്പോണ്ട് ചെയ്തു, സംസാരിച്ചു. അനീഷിന്റെ കോണ്ടാക്ട് എടുത്ത് സംസാരിച്ചിട്ട് ഇങ്ങനെ പാനലിൽ കൊടുത്തിരുന്നു, നമുക്കത് റിജക്ഷൻ ആണ് വന്നിട്ടുള്ളത്, നമ്പർ തരാം, ഞാൻ ഏഷ്യാനെറ്റിന്റെ ഒരു കോണ്ടാക്ട് നമ്പർ തരാം, അനീഷ് ഒന്ന് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ അനീഷ് പ്രതീക്ഷയോടെ ഇത് ട്രൈ ചെയ്തു. അനീഷിന് അങ്ങനെ ഒരു അവസരം ഓഡിഷനിലേക്ക് പിന്നീട് കിട്ടുകയുണ്ടായി. അവസരത്തിൽ സൂം ഓഡിഷൻ മാത്രമല്ല, ഡയറക്റ്റുള്ള ഇന്റർവ്യൂവിനും അനീഷിന് അവസരം കിട്ടി. അനീഷിന്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഓരോ പ്രാവശ്യം ശ്രമിച്ച് പരാജയപ്പെട്ട ആൾക്കാർക്കുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ്. ഒരുപാട് ശ്രമിച്ചു കഴിഞ്ഞിട്ട് പിന്നീടുള്ള പല സ്റ്റെപ്പുകളിലും അനീഷിനെ അറിയിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇന്ന ദിവസം ഓഡിഷൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാ പറയേണ്ടത്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ശുഭാപ്തി വിശ്വാസം കൊടുത്തുകൊണ്ടിരുന്നു, നല്ല രീതിയിൽ ട്രൈ ചെയ്യൂ, ഇപ്രാവശ്യം ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലതവണ ട്രൈ ചെയ്തു. ഒരു ദിവസം ഓഡിഷൻ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നന്നായിട്ട് ചെയ്തു, എനിക്ക് കിട്ടും തന്നെയാണ് എൻ്റെ വിശ്വാസം, ഉറപ്പാണ് കിട്ടുമെന്ന് എന്നുള്ള വിശ്വാസത്തോടു കൂടി പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു, അടിപൊളി, സെറ്റ്, കിട്ടട്ടെ, ഞാനും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു അറിവുമില്ല. അപ്പൊ അനീഷ് പറഞ്ഞു, ഇല്ല എനിക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു, വളരെ നിരാശയുണ്ട്, ഞാൻ കുറെ ശ്രമിച്ചതാണ്, പക്ഷെ എനിക്ക് സമയമായിട്ടില്ലെന്ന് തോന്നുന്നു, ഇനിയും ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അനീഷിന് മറുപടി കൊടുത്തു, അനീഷ് ഒന്നുമില്ല, നന്നായി ശ്രമിച്ചു, ഈ വർഷം ഇല്ലെങ്കിൽ അടുത്ത വർഷം, അത്രേ ഉള്ളൂ, തീർച്ചയായിട്ടും അടുത്ത വർഷം കയറും എന്നുള്ളതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2022 കാര്യമാണ് പറയുന്നത്. 2022 കഴിഞ്ഞു, അടുത്ത വർഷം കഴിഞ്ഞു, 2024 അനീഷ് ട്രൈ ചെയ്തിരുന്നു.
2024 എനിക്ക് അവസാനത്തെ ഒരു മെസ്സേജ് വന്നു, എനിക്ക് കിട്ടിയില്ല, വളരെ നിരാശയോടെ പറഞ്ഞു ഇനിയും കാത്തിരിക്കേണ്ടി വരും. പിന്നീട് എപ്പോഴോ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, വീക്കെൻഡ് എപ്പിസോഡ് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ വളരെ വൈകിയാണ് കാണുന്നത്. ആക്ച്വലി അനീഷ ഇത്തവണയും കോമൺ ഓഡിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഓൾറെഡി അനീഷിന്റെ പ്രൊഫൈൽ ഏഷ്യാനെറ്റിൽ എത്തിയിരിക്കുന്നു. അനീഷ് സാധാരണ ഒരു വ്യക്തികളെ പോലെ തന്നെ കോമൺ ഓഡിഷനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇത്തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടാത്തവർക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയാൻ കാരണം, ഇപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ നിങ്ങളുടെ ഗ്രാഫ് ഉയർത്തി നിങ്ങൾക്ക് വീണ്ടും ഒരു നോർമൽ കണ്ടസ്റ്റന്റ് ആയിട്ട് കയറാനോ അതല്ലെങ്കിൽ കോമൺ ഓഡിഷന് കയറാനോ ഒക്കെ സാധിക്കുന്നതാണ്. ഒരു സെലിബ്രിറ്റി ലിസ്റ്റിൽ കയറാൻ നോക്കിയ ആൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം കോമണറായിട്ട് കയറാം. കോമണർക്ക് നേരിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഉയർത്തി മറ്റു രീതിയിലും മത്സരിക്കാം. അപ്പോൾ നല്ലൊരു മോട്ടിവേഷൻ രീതി. 2022 മുതൽ തുടർച്ചയായി 4 വർഷത്തെ പോരാട്ടം. അതെ, ബിഗ് ബോസിലേക്ക് പലയാവർത്തി ശ്രമിച്ചിട്ടും നടന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് ഒന്നൊന്നര മോട്ടിവേഷനാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അനീഷ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ബിഗ് ബോസിലേക്ക് കയറിയ ഒരു ചെറുപ്പക്കാരനാണ്. പ്രേക്ഷകരുടെ എല്ലാ പ്രതീക്ഷകളും നിലനിർത്തിക്കൊണ്ട് ഉന്നതമായി പോരാടുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഭാവിയെക്കുറിച്ചുള്ള തന്റെ പ്രതീക്ഷകൾ മുഴുവനും ഇതോടെ സാക്ഷാത്കരിക്കപ്പെടട്ടെ. അനീഷ് ഒരു ജനപ്രിയ ബിഗ് ബോസ് താരമായി ഈ സീസൺ 7 കൂടി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്റെ കരിയറും ബിൽഡ് ചെയ്യപ്പെടട്ടെ.